ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾമോസ്റ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്ലാസ് 9 കേരള പാഠാവലി ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മതിലേരി കന്നിയുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത്? അതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്നത് ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധം. രണ്ടാമത്തത് സാക്ഷി എന്നതിൽ നിന്നുമാണ്. അവർ അയാളെ തന്നെ നോക്കി നിന്നു. തളയ്ക്കപ്പെട്ട മൃഗത്തിന്റെ വന്യമായ നോട്ടം. ഈ പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച ആശയം ഏതെന്നാണ് ചോദിച്ചത്. അതിനുത്തരം വരുന്നത് പ്രതികരിക്കാൻ കഴിയാത്തതിലുള്ള അമർഷം. മൂന്നാമത്തെ ചോദ്യം, നിലം വിറ്റ് നിന്റെ ഓഹരിയും കൊണ്ട് നീ നിന്റെ പാട്ടിനു പോവുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം സ്വന്തം കാര്യം നോക്കി പോവും. നാലാമത്തെ ചോദ്യം, ചതുരക്കുഴി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ചതുരക്കുഴി, ചതുരത്തിലുള്ള കുഴി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദച്ചേരുവ എഴുതാനാണ്. അതിനുത്തരം വരുന്നത് ഒരേ ഒരു. ഇനി ആറാമത്തത് ഈ തേൻവരിക്കയിൽ നിന്നുള്ള ഇതാണ്, ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ കാലത്തെ സാമൂഹിക ജീവിതാവസ്ഥയെക്കുറിച്ച് ഈ വാക്യം നൽകുന്ന സൂചനകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് ദാരിദ്ര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിലുള്ള ദാരിദ്ര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഷ്ടപ്പെടുന്ന സമൂഹത്തെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഏഴാമത്തതാണ്, ഈ വരികളിൽ തെളിയുന്ന കാവ്യപരമായ 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞത്. ആവർത്തന ഭംഗി, ആദ്യാക്ഷര പ്രാസം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ദ്വിതീയാക്ഷര പ്രാസവും നമുക്ക് ഇതിൽ കാണാം. പിന്നെ അലങ്കാര ഭംഗിയായിട്ട് കാർവർണ്ണന്റെ കൺമുനയെ കാർവണ്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കാവ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. ഇനി എട്ടാമത്തേൻ്റെ ആൻസർ നോക്കാം. അതിൽ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വരുന്നത്, ഞാൻ ആ വെയിറ്റർക്ക് 100 രൂപ സമ്മാനമായി കൊടുത്തെങ്കിലും വാരണാസിയിൽ നിന്നും വന്ന അദ്ദേഹം സ്നേഹത്തോടെ അത് നിരസിച്ചു. ഇനി 9ാമത്തത് നോക്കാം. 9ാമത്തത്, വിദ്യാഭ്യാസത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യബോധവും അഭിമാനബോധവും മതിലേരി കന്നിയുടെ വാക്കുകളിൽ തെളിയുന്നുണ്ടോ? തന്നിരിക്കുന്ന സൂചനയും പാഠഭാഗം പരിഗണിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ അടവും തൊഴിലും പഠിപ്പിച്ച അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഭ്യാസമുറയും വിദ്യാഭ്യാസവും മതിലേരി കന്നിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അച്ഛൻ നല്ലോണം സ്വാതന്ത്ര്യം മതിലേരി കന്നിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്വതന്ത്രബോധവും അഭിമാനബോധവും വളർത്തിയെടുത്തു. മാത്രമല്ല പ്രതിസന്ധികളിൽ മതിലേരി കന്നി തളർന്നിട്ടില്ല, അല്ലെ? പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ മതിലേരി കന്നിക്ക് സാധിച്ചു. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. 10ാമത്തത് തേൻവരിക്കയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് തേൻവരിക്ക പറയുന്നതാണ്, മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്, വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതിയിൽ മാറ്റം ഉണ്ടാകും, അതിനൊന്നും ഞങ്ങൾ ബാധ്യസ്ഥരല്ല, അത് ഓർക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനോടുള്ള നമ്മൾ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, അതായത് വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതിക്ക് നാശം സംഭവിക്കും, അല്ലെ? എന്നാലും മനുഷ്യർ എന്ത് ചെയ്യുന്നു? അത്യാർത്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രകൃതി നശിച്ചാൽ നമ്മുടെ വാസസ്ഥലം അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ദോഷകരമായി ബാധിക്കുന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രകൃതിയെ മറക്കുന്ന പുതിയ തലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ മരം വെട്ടിയാൽ വേരും മണ്ണും ഉണങ്ങും എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനുഷ്യന്റെ ആർത്തിയും ദുരാഗ്രഹവും പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. 11ാമത്തേൽ ഉള്ളൂറിൻ്റെയും ഹെലൻ കെല്ലറിൻ്റെയും 2 എഴുത്തുകാരും മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടെ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്ന 2 എഴുത്തുകാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? മനസ്സിൽ നൈരാശ്യമുള്ളവന്
എവിടെയും നിരാശനായിരിക്കും. ശുഭം പ്രതീക്ഷിക്കുന്നവന് രാവ് പകൽ പോലെയായിരിക്കും. പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള ശക്തിയും ലോകത്തിലുണ്ട്. രണ്ട് കവികളും മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം ഒന്നാണ്. സമകാലിക പ്രസക്തിയും സ്വന്തം നിരീക്ഷണം കൂടി ഉൾപ്പെടുത്താം. ഇനി 12ാമത്തേതാണ്. അമ്പാടിയിലെത്തിയ അക്രൂരന്റെ പ്രവർത്തികൾ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? മുകളിൽ നൽകിയ സന്ദർഭവും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതായത് ഭക്തിസാന്ദ്രമായ അവതരണ ശൈലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല കൃഷ്ണനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ മനസ്സിന് നൽകുന്ന സന്തോഷം, കൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞ പൂഴിയിൽ നോക്കി കൈകൂപ്പി നിൽക്കുന്നു, അക്രൂരന്റെ ഭക്തി പ്രകടിപ്പിക്കാൻ പര്യാപ്തമായ ആഹ്വാന ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. 13ാമത്തേത് ഖലീൽ ജിബ്രാന്റെ ഈ നിരീക്ഷണവുമായി ബന്ധിപ്പിച്ച് ബഷീറിന്റെ അമ്മ എന്ന കഥാപാത്രത്തെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയാം, അമ്മ എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത മാതൃസ്നേഹം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല സ്വന്തം ഭവനത്തിലിരുന്ന് സ്വതന്ത്ര സമര പോരാട്ടം അനുഭവിച്ചവർ മകൻ രാജ്യത്തിന് വേണ്ടി ചെയ്തത് തൻ്റേതു കൂടിയാണെന്ന് തിരിച്ചറിയുന്നു. അതെല്ലാം ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മകൻ വരുമെന്ന പ്രതീക്ഷയിൽ രാവ് പുലരുവോളം അവനെ കാത്തിരിക്കുന്ന അമ്മ, അല്ലെ, ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നും കാത്തിരിക്കുന്ന ആ ഒരു അമ്മേനെ പറ്റിയിട്ട് എഴുതാം. മാത്രമല്ല പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെയുള്ള നിഷ്കളങ്കമായ സ്നേഹം ഖലീൽ ജിബ്രാന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന അമ്മ എന്ന കഥാപാത്രമാണ്. അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വിലയിരുത്തേണ്ടത്. ഇനി 14ാമത്തേത് നോക്കാം. 14ാമത്തേത് കാളകൾ എന്നുള്ള കവിതയിൽ നിന്നുള്ളതാണ്. കാളവണ്ടിക്കാരന്റെ ജീവിത ദൈന്യത ആവിഷ്കരിക്കുന്നത് കാവ്യഭാഗത്തെ പ്രയോഗങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ് പരിശോധിക്കുക. കാളവണ്ടിക്കാരന്റെ ജീവിത ദൈന്യം പ്രകടമാകുന്ന വരികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മിഴിനീർ വറ്റിപ്പോയത് കാരണം നിർവികാരമായ കണ്ണുകൾ, മഞ്ഞിന്റെ പ്രഹരം സഹിച്ച് മാനസികമായി തകർന്നുപോയ ജീവിതം, ദൈന്യമായ ജീവിതത്തെ ആവിഷ്കരിക്കാൻ അനുയോജ്യമായ പ്രയോഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ കൊടുത്തിട്ടുണ്ട്. ബാക്കി സബ്ജക്റ്റിൻ്റെ നിങ്ങൾക്ക് ഇനി ഉള്ള പരീക്ഷയിൽ നല്ല ഉപകാരപ്രദമാവും. അപ്പോൾ എല്ലാവരും പോയിട്ട് നോക്കുക. ഇനി 15ാമത്തേതാണ്. അത് ഉപന്യാസം എഴുതാനാണ് പറഞ്ഞത്. തേൻവരിക്കയിലെ പരിസ്ഥിതി ദർശനം ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപന്യാസം ആയതുകൊണ്ട് ഹെഡിങ് വേണമല്ലോ. അപ്പോൾ തേൻവരിക്കയിലെ പരിസ്ഥിതി ദർശനം തന്നെ കൊടുക്കാം. പിന്നെ മരത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതേപോലെ മണ്ണും മരങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ, കുടിനീര് വറ്റി മണ്ണുണങ്ങി വരണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്ലാവിൻ്റെ മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന അയ്യപ്പൻ്റെ ചിത്രം, മനസാക്ഷിയില്ലാതെ പെരുമാറുന്ന സുരേന്ദ്രൻ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഉപന്യാസം എഴുതാവുന്നതാണ്. പ്രകൃതി നശിപ്പിച്ചതിലൂടെയുള്ള സമകാലിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി 16ാമത്തേത് 2 ടാക്സിക്കാർ എന്നുള്ളതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഠിനാധ്വാനവും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പ്രഭാഷണം ആയതുകൊണ്ട് തന്നെ അഭിസംബോധന എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ കഠിനാധ്വാനവും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം എന്ന് ആദ്യം തന്നെ പറയാം നമുക്ക്. പിന്നെ നമുക്കിതിൽ 2 ടാക്സിക്കാർ എന്ന കഥയുടെ പ്രമേയം ഉൾപ്പെടുത്താവുന്നതാണ്. തത്വചിന്തയിൽ നിന്ന് ലഭിച്ച നിശ്ചയദാർഢ്യമാണ് കർത്താ സിംഗിനെ നയിക്കുന്നത്. പതറാത്ത മനസ്സ് ജീവിതത്തിനുണ്ടാക്കുന്ന മനോഹാരിത. വീണ്ടും ജീവിക്കാൻ അവസരം തന്നത് ടാക്സി ഡ്രൈവർ പദവിയാണ്. ജോലി ഏത് എന്നതിലല്ല, മനസ്സിന്റെ സംതൃപ്തിയിലാണ് പ്രധാനം. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പ്രഭാഷണം തയ്യാറാക്കാവുന്നതാണ്. മാത്രമല്ല മഹത് വ്യക്തികളുടെ അനുഭവങ്ങൾ, വചനങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി 17ാമത്തേത് തുമ്പപ്പൂ എന്നുള്ള ഒരു വൈലോപ്പിള്ളിയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്, കവിതയുടേത്. അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ നമുക്കറിയാലോ, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നു, അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ
ആശയം എഴുതണം. അതായത് തുമ്പപ്പൂ എന്നുള്ള പേരിൽ തന്നെയുണ്ട് തുമ്പപ്പൂവിൻ്റെ വിശുദ്ധിയെ പറ്റിയിട്ടാണ് ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുമ്പയുടെ വിശുദ്ധി, അഴക്, മനസ്സിൻ്റെ വിശുദ്ധി അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ കവിയെക്കുറിച്ചുള്ള ലഘു വിവരണം ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ കവിതയുടെ ആശയം വിശകലനം ചെയ്തിട്ട് എഴുതാം. മാത്രമല്ല സമാന കവിതകൾ നിങ്ങൾക്ക് അറിയെങ്കിൽ അത് എഴുതാം. ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം, സമകാലിക പ്രസക്തി, സ്വന്തം അഭിപ്രായം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.